ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നല്ല രണ്ട് പഴുത്ത പഴം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ എന്ന പുറംഭാഗമൊക്കെ ആണെങ്കിലും നല്ല പോലെ മൊരിഞ്ഞിരിക്കുന്ന ഒരു കിടില സ്നാക്സാണ്. സാധാരണ രീതിയിൽ ഒരുപാട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത പഴം നമ്മൾ കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതേപോലെ ഒരു തവണയെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സ്വീറ്റായിട്ട് എന്ന് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ മറക്കാതെ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് അടിപൊളി സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത 2 പഴമാണ്. ഇപ്പോൾ ഒരു മീഡിയം സൈസുള്ള പഴമാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഏത്തപ്പഴം വരെയൊക്കെ നമുക്ക് എടുക്കാം. എന്തായാലും നന്നായിട്ട് പഴുത്ത് ഇതേപോലെ കറുത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല മധുരം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എടുത്തിരിക്കുന്ന 2 പഴവും തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. കണ്ടോ, നമ്മൾ എടുത്തിരിക്കുന്ന 2 പഴവും ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യിലിട്ട് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തീരെ നമ്മൾ ചെറുതാക്കി എടുത്തത്. നമ്മുടെ ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കടായി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. ഇതിനകത്തേക്ക് 1 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യിൽ ആ പഴം അങ്ങ് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ നെയ്യുടെ അളവ് നമുക്ക് തീരുമാനിക്കാം. നെയ്യുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടായ നെയ്യിലേക്ക് പഴവും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശരിക്കും ഒന്ന് മുരിഞ്ഞ് വരണം. അങ്ങനെ നമ്മുടെ നെയ്യ് കിടന്നുകൊണ്ട് പഴമൊക്കെ ആണെങ്കിലും ശരിക്കും ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി ശരിക്കും ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പഴം എടുത്ത് കഴിച്ച് നോക്കുകയാണെങ്കിലും നല്ല നെയ്യുടെ മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും അത്രയും തന്നെ തേങ്ങ ചിരകിയതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് പഴത്തിൻ്റെ അളവനുസരിച്ച് ഇതിൻ്റെ അളവിലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ തേങ്ങയും അതേപോലെ തന്നെ പഞ്ചസാരയും നമ്മുടെ പഴവും നെയ്യും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു 1/4 കപ്പ് നമുക്ക് എടുക്കാം. ഇനി റവയും കൂടി ചേർത്ത് നമ്മുടെ പഴം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ റവയുടെ ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി ശരിക്കും ആ പഴമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ 2-3 മിനിറ്റെങ്കിലും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന റവയാണെങ്കിലും പഴമായിട്ട് നന്നായിട്ട് മിക്സായി ശരിക്കും ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 കപ്പ് പാലാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിപ്പോൾ തിളപ്പിച്ചാറിയ പാൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കവർ പാലാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ സാധാരണ കവർ പാലാണ് എടുത്തിരിക്കുന്നത്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി ശരിക്കും ആ പാലൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടി കുറച്ച് കാഷ്നട്ടോ അതേപോലെ തന്നെ മുന്തിരിയോ ബദാമോ പിസ്തയോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വെറുതെ എളുപ്പത്തിന് വേണ്ടി അങ്ങ് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. കണ്ടോ, എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത പാലും റവയും എല്ലാം നന്നായിട്ട് മിക്സായി പാനിൽ നിന്നൊക്കെ ഇങ്ങ് വിട്ട് വരുന്ന ആ ഒരു പരിവുണ്ടല്ലോ അതിനകത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഇതിനെ തീ ചൂടൊന്നാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മളത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുവാണേ. എന്നിട്ട് ഒരുപാട് തണുക്കണ്ട. കണ്ടോ, ഇതേപോലെ കുറച്ച് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് ബോൾസായി ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ വലിയ തീ ചൂടൊന്നാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്ന് കരുതി ഒരുപാട് അങ്ങ് തണുക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ അതവിടെ ഇരുന്ന് ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ വലിയ ചൂടൊന്നും അറിയിട്ടുണ്ട്, എന്നാൽ ചെറിയൊരു ചൂടുണ്ട് താനും. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് കുറച്ചെടുത്ത് നമുക്ക് ചെറിയ ചെറിയ ബോൾസിൻ്റെ ഷേപ്പാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ചെറിയൊരു ചൂടുണ്ട്, എന്നാൽ നമ്മുടെ കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റാവുന്ന ഒരു ചൂട് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഇതേപോലെ ഒരു മീഡിയം സൈസുള്ള ചെറിയൊരു ലഡുവിൻ്റെ ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെ നമുക്ക് ഉരുട്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 14 ബോൾസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ്. അപ്പോൾ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിലൊന്ന് വ്യത്യാസം വന്നിരിക്കാം. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ വെറുതെ ഇരുന്ന് കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ. പക്ഷെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്താൽ മാത്രമേ ആ പുറംഭാഗമൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഒന്ന് മുരുമുരാന്ന് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മൾ ഉപയോഗിച്ച അതേ കടായിലേക്ക് തന്നെ നമ്മളൊരു കുറച്ച് ഒന്ന് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചെടുത്താണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ചൂടായി വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 14 ബോൾസും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഒരു 4-5 എണ്ണം വീതം വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, 2 സൈഡും കളറൊക്കെ ഒന്ന് മാറി എന്നാൽ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഒന്ന് മുരുവരാന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് ഓരോന്നിങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. ഗ്യാസ് ഒരു മീഡിയത്തിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒരു 3 സെക്ഷനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഇതേപോലെ കുറച്ച് ഒരു 3-4-5 എണ്ണം ഒക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോഴാണ് നമുക്ക് എല്ലാം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതങ്ങ് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് എന്ന് പറയുന്നത്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ എന്നാൽ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. ഒരുപാട് പഴുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കളയാതെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പഴവും അതേപോലെ തന്നെ തേങ്ങയും പഞ്ചസാരയും ഒക്കെ ചേരുമ്പോൾ നല്ല മധുരത്തിലും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടാണ് നമുക്ക് നമ്മുടെ സ്നാക്സ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഴത്തിൻ്റെയും അതേപോലെ തന്നെ നെയ്യുടെയും ആ റവയുടെയും ടേസ്റ്റാണ്. ആ കോമ്പിനേഷൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുള്ളതാണ് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല കിട്ടുന്ന റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.